Hello friends, welcome to Electron College. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ എക്സാം സെക്ഷൻ്റെ ഒരു പുതിയ വീഡിയോ ആണ്. ഓക്കെ, ഇലക്ട്രിക്കൽ പോർഷനിൽ നമ്മുടെ KWA ഓപ്പറേറ്ററിൻ്റെ ബേസ് ചെയ്ത് നടക്കുന്ന എക്സാംസിൻ്റെ പുതിയൊരു വീഡിയോയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ ഇതിന് മുന്നേ ഉള്ള എക്സാം നമ്മുടെ ബാക്കി പോർഷൻസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഉള്ളത് നമ്മുടെ മെഷീൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മെഷീൻസ് സ്റ്റാർട്ടിങ് മെഷീൻസ് നമുക്കറിയാം വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ മെഷീൻസ് എന്ന സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതും വളരെ കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ ആ മെഷീൻസിലെ നമ്മൾ ആദ്യത്തെ ഒരു ടോപ്പിക്ക്, നമുക്ക് രണ്ട് മെഷീൻസാണ് ഉള്ളത് മെയിൻലി, നമ്മുടെ AC മെഷീൻസും അതുപോലെ DC മെഷീൻസും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ AC മെഷീൻസിലെ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, so we are moving on to our test number 17 test number. exam dated exam date ഉണ്ടായിരുന്നത് it is nothing but our 28/3/2017. ഓക്കെ, 28/3 നമ്മുടെ എക്സാം ഉണ്ടായത്. അപ്പം അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട വസ്തുവാണ്. ഓക്കെ, എക്സാം ഡേറ്റ് it was on 28/3/2021. ഓക്കെ, ആ എക്സാം ഡേറ്റിൽ നടന്ന കാര്യങ്ങളാണ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ഇറ്റ് ഈസ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഫോർ എ ട്രാൻസ്ഫോമർ helps us to find its ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്. നമുക്ക് മെയിൻലി നമ്മുടെ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ നമ്മുടെ മെഷീനുകളുടെ ടെസ്റ്റുകൾ എടുക്കുമ്പോൾ വി ആർ ഹാവിങ്, ഓൾറെഡി നമ്മുടെ എല്ലാം പോർഷൻസ് ഇതൊക്കെ ട്രാൻസ്ഫോമേഴ്സിൻ്റെ പോർഷനൊക്കെ ഡിസ്കസ്ഡ് ആണ്. വി വിൽ ബി ഹാവിങ് 2 ടെസ്റ്റ്. ഓക്കെ, മെയിൻലി 2 ടെസ്റ്റുകളാണുള്ളത്. ഒന്ന് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും മറ്റൊന്ന് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റുമാണ്. ഓപ്പൺ സർക്യൂട്ടും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ സർക്യൂട്ടും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റുകളിൽ നമുക്കറിയണം അവിടെ ഈ 2 ടൈപ്പ് ടെസ്റ്റ് ഉള്ള പോലെ തന്നെ വി ആർ ഹാവിങ് 2 ടൈപ്സ് ഓഫ് മെയിൻലി നമ്മുടെ ലോസുകളുണ്ടാവും. ഓക്കെ, ലോസസ് അല്ലേ. അപ്പോൾ ലോസുകളെ നമ്മൾ രണ്ടായി തിരിക്കും. അതിലൊന്നാമതാണ് ഈ കോൺസ്റ്റന്റ് ലോസസ്, അതായത് നമ്മുടെ മെഷീനിൽ എങ്ങനെ പോയാലും ഉണ്ടാവുന്ന ലോസ്, കോൺസ്റ്റന്റ് ലോസുകളും. അറ്റ് ദ സെയിം ടൈം അനദർ വൺ ഈസ് അവർ വേരിയബിൾ ലോസസ്. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കോൺസ്റ്റന്റ് ലോസുകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് യുവർ കോർ ലോസ് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുക. എന്താണ് കോർ ലോസ്? കോർ ലോസ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനെ നമ്മൾ അയൺ ലോസ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഓക്കെ, അയൺ ലോസിനെ വിശേഷിപ്പിക്കുന്നത് അത് ഡെഫിനറ്റ്ലി ഒരു മെഷീനെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാവും. ഓക്കെ, അപ്പോൾ കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് ഇസ് ഫിക്സഡ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കോൺസ്റ്റന്റ് ലോസുകൾ എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് വി ആർ ഹാവിങ് എ സെക്കൻഡ് ടൈപ്പ് ലോസ്, ദാറ്റ് ഈസ് എ വേരിയബിൾ ലോസ്. അതായത് വേരി ചെയ്യുന്നുണ്ട്, അത് ഏതൊരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേരി ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ വേരിയബിൾ ലോസ് എന്ന് വിളിക്കുന്നത്. ആ വേരിയബിൾ ലോസിന് എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ വേരിയബിൾ ലോസ് ആണ് നമ്മുടെ വേരിയബിൾ ലോസ് ഓർ കോപ്പർ ലോസ് എന്നാണ് പറയുന്നത്. Okay, variable loss or copper loss. So these are the 2 types of losses that we are having in our machines. Okay, 2 ടൈപ്പ് ലോസുകളാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പം ഇവിടെ ഈ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മൾ ടെസ്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഓക്കെ, അപ്പോൾ അതാണ് ലോസുകളുള്ളത്. ഈ ടെസ്റ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമൺ ആയിട്ട് ഫോർ ഫൈൻഡിങ് അബൌട്ട് അവർ ലോസുകൾ, ഈ ലോസുകളെ തിട്ടപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് മെയിൻലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോസുകളെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഓപ്പൺ സർക്യൂട്ടും ഉണ്ട്, സിമിലർലി ഷോർട്ട് സർക്യൂട്ടും ഉണ്ട് അല്ലേ. ഇതിലെ ഈ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്
ഈ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻലി ഡൺ ടു ഡിറ്റർമൈൻ യുവർ അയൺ ലോസസ്. ഓക്കെ, അയൺ ലോസുകൾ ഡിറ്റർമൈൻ ചെയ്യാനാണ് നമ്മൾ കോമൺലി ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. whereas your ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ യുവർ കോപ്പർ ലോസ്. ഓക്കെ, കോപ്പർ ലോസ് ഡിറ്റർമൈൻ ചെയ്യാനാണ് നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പർ ലോസ് ആണെന്ന് പറഞ്ഞു, അറ്റ് ദ സെയിം ടൈം അതൊരു വേരിയബിൾ ലോസ് ആണ്. അത് വേരി ചെയ്യുന്നുണ്ട്, എന്തോ ഒരു ക്വാണ്ടിറ്റി ആയിട്ട് വേരി ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഈ ഓപ്ഷൻ അല്ല എന്ന് മനസ്സിലായി, അയൺ ലോസ് അല്ല. പക്ഷെ ഇത് നോക്കൂ നിങ്ങളെല്ലാം, ഇത് കോപ്പർ ലോസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ കോപ്പർ ലോസ് ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണോ, നോ ലോഡ് കോപ്പർ ലോസ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസൈഡ് ലോഡിലുള്ള കോപ്പർ ലോസ് ആണോ എന്ന് അറിയണം. അപ്പൊ അതിനുള്ള മെത്തേഡ് അല്ലെങ്കിൽ അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് അവരോട് പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് ഒരു കോപ്പർ ലോസ് ആണ്. ഈ കോപ്പർ ലോസിൽ തന്നെ ഏതെങ്കിലും ഒരു ലോഡ്, ഏത് ലോഡായാലും നമുക്ക് ഏത് കണ്ടുപിടിക്കാം, ഷോർട്ട് സർക്യൂട്ടിലൂടെ ടെസ്റ്റിലൂടെ കോപ്പർ ലോസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണ്, അതായത് ഏത് ലോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിനെ I²R ലോസ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ കോപ്പർ ലോസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇത് എവിടെ ഹാപ്പൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാപ്പനിങ് ഇൻ യുവർ വൈൻഡിങ്സ്. ഓക്കെ, വൈൻഡിങ്ങുകളിൽ ഹാപ്പൻ ചെയ്യുന്ന ലോസുകളാണ് നമ്മുടെ കോപ്പർ ലോസുകൾ. അപ്പോൾ കോപ്പർ ലോസ് എന്ന് വിളിക്കാറുണ്ട്, അറ്റ് ദ സെയിം ടൈം I²R ലോസ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോപ്പർ ലോസ് എന്തിന് പ്രപ്പോർഷണൽ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു യുവർ I². ഓക്കെ, ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു യുവർ I². അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ഇഫ് എനി ചേഞ്ച് ഹാപ്പൻസ് ടു ദിസ് I, ഈ ഐക്ക് ഒരു ചേഞ്ച് വരുന്നു. അതായത് ഈ I ഇനീഷ്യലി I എന്നുള്ള ടേമിലാണുള്ളത്, ഇതൊരു എക്സ് ടൈംസ് I എന്നാവുന്നു എന്ന് വിചാരിക്കും. അത് ഏതോ ഒരു ടൈം ഒരു ഡിസൈഡിൽ ഇപ്പൊ ട്വൈസ് I എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ എക്സ് എന്ന് ജനറലി ഡിഫൈൻ ചെയ്യും, ട്വൈസ് എടുക്കാം, അതാണ് ബെറ്റർ ആവുക. അപ്പോൾ ഇത് ഇങ്ങനെയുള്ളത് I². ഇത് ഈ കറണ്ട് ട്വൈസ് I എന്ന് പറയുന്നു. അപ്പൊ ട്വൈസ് I എന്ന് പറഞ്ഞാൽ ഇത് 2I ശരിയല്ല. അപ്പൊ 2I ദ ഹോൾ സ്ക്വയർ അല്ലേ വരിക. അപ്പൊ ഉത്തരം ഒരു 4I². അതായത് ആദ്യത്തെ I² ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര ടൈംസ് വന്നു, 4 ടൈംസ് മാറ്റം വന്നു. ശരിയല്ലേ? അതായത് അവർ കോപ്പർ ലോസ് ഈസ് ഹാപ്പനിങ് ടു എനി ലോഡ്. അപ്പൊ ഈ 4 പകരം ഇപ്പം 3 ടൈംസ് ആണ് I ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരത്തിലേക്കും 9 ആയിരിക്കും. 4 ആണെന്ന് പറയുന്നത് 16 ആയിരിക്കും. ശരിയല്ലേ? അതായത് ഇഫ് യു ആർ ടേക്കിംഗ് എനി ലോഡ് എക്സ്, ഏതെങ്കിലും ഒരു ലോഡ് എക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കോപ്പർ ലോസ് എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു യുവർ X² I². അതാണ് പോയിന്റ്. ക്ലിയർ? അപ്പൊ ആ ഒരു പോയിന്റ് ആണ് വരുന്നത്. അപ്പോൾ ഏതോ ഒരു ലോഡ്, അതിനെ നമ്മൾ ഇന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല, അതെന്തോ ആവും. അപ്പൊ X² ടൈംസ് I² അല്ലെങ്കിൽ X² ടൈംസ് മാറ്റം വരും. ഓക്കെ, അപ്പൊ കോപ്പർ ലോസ് വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ കോപ്പർ ലോസ് എന്നറിയാം, പക്ഷെ കോപ്പർ ലോസ് അറ്റ് എനി ഡിസൈഡ് ലോഡ്. ഓക്കെ, ഏതൊരു ഡിസൈഡ് ലോഡിലും അല്ലെങ്കിൽ ഏത് ഡിസൈഡ് ലോഡാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, വരാം. ഓക്കെ, പക്ഷെ നമുക്ക് ഈ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിന്റെ കാര്യത്തിൽ വേറെ ഡൗട്ട്സ് ഒന്നും വരാനില്ല. എന്താണ് അയൺ ലോസ് എന്നതിന്റെ ഉത്തരം. സോ കോപ്പർ ലോസിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഫുൾ ലോഡ് എന്നോ അല്ലെങ്കിൽ നോ ലോഡ് എന്നോ ഒന്നും ഉണ്ടാവില്ല. ഏതൊരു ലോഡ് അല്ലെങ്കിൽ എനി ഡിസൈഡ് ലോഡിലുള്ള കോപ്പർ ലോസിനെയും, അപ്പൊ ഏത് ലോഡ് വേണമെങ്കിൽ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. ഇവിടെ ഇപ്പോൾ എപ്പോഴും ട്വൈസും ത്രൈസും വേണമെന്നൊന്നുമില്ല. ഹാഫ് ലോഡ് എടുക്കാം അല്ലെ. ഹാഫ് ആകുമ്പോൾ എത്ര കോപ്പർ ലോസ് എത്ര ടൈംസ് ആവും, 1/4. ഇനിയിപ്പം 1/3 ടൈംസ് ആയതെങ്കിൽ യുവർ ആൻസർ വിൽ ബി 1/9. സിമിലർലി അങ്ങനെ ആ ഒരു ലെവലിൽ പോകും. ഓക്കെ, അപ്പൊ ഏതൊരു ഡിസൈഡ് ലോഡിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ കോപ്പർ ലോസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഇൻ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്. സോ അതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് അബൌട്ട് എ ബ്രീഫ് ഇൻ കൺസെപ്റ്റ് അബൌട്ട് യുവർ ലോസസ് ആൻഡ് യുവർ ടെസ്റ്റുകൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. which of the portion of the transformer is actually damaged from overheating. Okay, ഇതിൽ ഏത് ട്രാൻസ്ഫോമറിന്റെ ഏത് പോർഷൻ, ഓക്കെ അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ വിച്ച് ഓഫ് ദ പോർഷൻ ഓഫ് ദ ട്രാൻസ്ഫോമറിന്റെ ഏത് പോർഷനാണ് ഓവർ ഹീറ്റിങ്ങിന് ഭയങ്കര ഓവർ ഹീറ്റിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ഡാമേജ് കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം നമ്മൾ നേരത്തെ ചെറിയൊരു ഹിന്റ് പോലെ നമ്മൾ പറഞ്ഞിരുന്നു. ആക്ച്വലി
അതായത് നമ്മൾ ഓവർ ഹീറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഹീറ്റിംഗ് ഉണ്ടാകുമ്പോൾ ഏതിനാണ് പ്രശ്നം വരുന്നത്, ഇതിനാണ് നമുക്ക് പ്രശ്നം വരുന്നത്, ഏത് പോർഷനാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് മെയിനായിട്ട്. ഓക്കെ, ഏത് പോർഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോറിനൊന്നും, കോറൊക്കെ ഫിക്സഡ് ആണ് ആക്ച്വലി. നമ്മൾ അതുകൊണ്ടാണ് ഈ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ നമ്മുടെ കോർ ലോസ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കോറൊക്കെ ആക്ച്വലി ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലത്തെ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, മാറ്റം വരുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾക്കാണ്. ഓക്കെ, ഇപ്പോൾ ഫ്രെയിം അല്ലെങ്കിൽ കേസ് ആയാലും നമ്മുടെ ഫിക്സഡ് സാധനങ്ങൾ തന്നെയാണ്. ഇത് രണ്ടിനും ഒരു ചേഞ്ച് ഒന്നും വരുന്നില്ലല്ലോ. പക്ഷെ വൈൻഡിങ്ങുകൾക്ക് ചേഞ്ച് വരാം. ഓക്കെ, വൈൻഡിങ്ങിൽ തന്നെ ഈ വൈൻഡിങ്ങിൽ ഓവർ ഹീറ്റിംഗ് കാരണം എന്താ പ്രശ്നം വരുന്നത്, ആ വൈൻഡിങ്ങിന് പുറത്തൊരു ഇൻസുലേഷൻ ഉണ്ടാവും. ആ ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓവർ ഹീറ്റിംഗ് കൊണ്ട് ഏറ്റവും ഡാമേജ് സംഭവിക്കുന്നത് അതിൻ്റെ വൈൻഡിങ് ഇൻസുലേഷനുകൾക്കാണ് എന്നുള്ളതാണ് അതിൻ്റെ നമ്മൾ ഓർക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓവർ ഹീറ്റിംഗ് ഡാമേജ് വരുന്നത് ഇറ്റ് വിൽ ബി ഫോർ യുവർ വൈൻഡിങ് ഇൻസുലേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്ഫോമേഴ്സ് ബോബിൻ ആർ മെയ്ഡ് ഓഫ്. ഓക്കെ, നമ്മൾ ബാക്കിയുള്ള അതിൻ്റെ മെറ്റീരിയൽ എന്തൊക്കെയാണ് എല്ലാം പറഞ്ഞതാണ്. നമ്മൾ കോർ ഉണ്ടാക്കുന്ന കാര്യമായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ട്രാൻസ്ഫോമേഴ്സ് ബോബിൻ എന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ബോബിൻ എന്ന നമ്മുടെ കൺസ്ട്രക്ഷൻ വൈസ് ഉള്ളൊരു കാര്യമാണ് ആക്ച്വലി. ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ആൻസർ പഠിക്കാനേ ഉള്ളൂ. അത് ട്രാൻസ്ഫോമേഴ്സ് ബോബിൻ ആസ് മെയ്ഡ് ഓഫ് ഹൈലമാണ് കേട്ടോ. ആ മെറ്റീരിയൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. ട്രാൻസ്ഫോമറിന്റെ ബോബിൻ ഈസ് മെയ്ഡ് ഓഫ് ഹൈലം. ഓക്കെ, ഹൈലം കൊണ്ടാണത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A transformer gives 200 kWh output by working 5 hours per day. It makes a total loss of 48 kWh for hours പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഇത് ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും തന്നെ അവേഴ്സിലാണ് ആ ലോസുകൾ ഉണ്ടായത് എന്നുള്ളൊരു കാര്യം അസ്യൂം ചെയ്തിട്ട് മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, കാരണം ഇത്രയും ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഇത്രയും അവേഴ്സ് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും അവേഴ്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നില്ല, ഇത്രയും ലോസ് തന്നെയാണ് നമ്മൾക്ക് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഓർക്കുക, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 200 kWh ആണ്. എത്ര സമയത്തേക്ക്? 5 മണിക്കൂറിലേക്ക്. ഓക്കെ, ഓക്കെ, അപ്പം 5 hours-ന്റെ ഇതിൽ 200 kWh ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 5 hours-ന് നമുക്ക് 200 kWh ഔട്ട്പുട്ട്. അപ്പം 1 മണിക്കൂറിൽ എത്ര കിട്ടും? 200/5. ശരിയാണല്ലോ. 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് 200/5 ചെയ്യാം. പക്ഷെ നമുക്ക് ഇവിടെ ഓൾ ഡേ എഫിഷ്യൻസിയാണ് കാണേണ്ടത്. ഈ ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഓൾ ഡേ എഫിഷ്യൻസിയുടെ ഫോർമുലയാണ് ആദ്യം അറിയേണ്ടത് അല്ലെ. ഈ ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് യുവർ ഔട്ട്പുട്ട് ഇൻ 24 hours. ഓക്കെ, 24 hours-ലുള്ള ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ യുവർ ഇൻപുട്ട് ഇൻ 24 hours. ഓക്കെ, അതിനാണ് ഓൾ ഡേ എന്ന് പറയുന്നത്. 24 hours ഉള്ളതാണ് ഓൾ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് ഇൻ 24 hours ഡിവൈഡ് ബൈ ഇൻപുട്ട് ഇൻ 24 hours. അപ്പോൾ ആദ്യം നമുക്ക് ഔട്ട്പുട്ട് പറയണം, പിന്നെ എന്ത് പറയണം? ഇൻപുട്ട് പറയണം. അപ്പോൾ 1 മണിക്കൂറിനാണ് ഈ 200/5. നമ്മൾക്ക് 24 മണിക്കൂറുണ്ട്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറിനുള്ള ഔട്ട്പുട്ട് എന്തായിരിക്കും? 200/5 × 24. ശരിയാണല്ലോ അല്ലേ? യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ ലൈക്ക് ഇത് 40 പോവും. 24 × 4 96 അല്ലേ. അപ്പം 960 kWh ആണ്. അല്ലെ സോറി, കിലോവാട്ട് പവർ അല്ലേ, കിലോവാട്ട് ആണ് നമ്മുടെ ഔട്ട്പുട്ട് ഇൻ 24 hours. അതാണ് നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം. 24 hours കൊണ്ട് ഉണ്ടാക്കുന്ന ഔട്ട്പുട്ടാണ് 960. ഓക്കെ, അപ്പോൾ ഒരു ഔട്ട്പുട്ട് കിട്ടി, ഈ സെക്ഷൻ കിട്ടി.
അല്ലെ 960. ഇനി നമുക്ക് ആരെ വേണ്ടു? ഇൻപുട്ടേ വേണ്ടു. ഇൻപുട്ട്, ഒരു സാധനത്തിന് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി എഴുതാം എന്ത്? ഔട്ട്പുട്ട് പ്ലസ് ലോസസ് എന്ന് എഴുതാലോ, ശരിയല്ലേ? അപ്പം യു വിൽ ബി ഗെറ്റിംഗ് എൻ ആൻസർ ലൈക്ക് നമ്മുടെ ഔട്ട്പുട്ട് ഇൻ 24 hours ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് ഇൻ 24 hours. ഓക്കെ, 24 hours ഔട്ട്പുട്ട്. നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയാം എന്തായിരിക്കും? നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും അതിൻ്റെ കൂടെ തന്നെ ലോസുകളും, ശരിയാണല്ലോ? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് മൈനസ് ലോസസ് ആണ്. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് ഈ ലോസുകൾ എത്രയാണ്? ലോസുകൾ തന്നിട്ടുമുണ്ട്. എത്ര? 48 kWh തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ലോസസ് എത്രയാണ്? 48 kWh ആണ് അല്ലെ? ഈ 48 kWh എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറത്തേക്കാണ്? 5 മണിക്കൂറത്തേക്കാണ്, ശരിയല്ലേ? അപ്പോൾ നേരത്തെ ചെയ്യുന്ന പോലെ 1 മണിക്കൂറിൽ എത്ര ലോസ് ഉണ്ടാവും നോക്കാം. ലോസസ് ഫോർ 1 hour. 1 hourലുള്ള ലോസസ് എന്ന് പറഞ്ഞാൽ 48/5, ശരിയാണല്ലോ? നമ്മൾ ഫുൾ ഡേ ആണ് എടുക്കുന്നത്. അപ്പോൾ 24 hourന്റെ അവസ്ഥ എന്തായിരിക്കും? 48/5 × 24, ശരിയാണല്ലോ? അപ്പം അത് എത്ര വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. 48/5 5 × 9 45 30.6 9.6 × 24 24 36 38 0 12 18 19 you will be getting 10 3 2.4. you will be getting answer as 230.4 kilowatt എന്നുള്ളതാണ് കിട്ടുക. ഓക്കെ, ഇതെന്താ സാധനം? ഇപ്പോൾ കണ്ടുപിടിച്ച സാധനം എന്താ? ലോസസ്. 24 മണിക്കൂറിലേക്കുള്ള ലോസസ് ഇത്രയുണ്ട്. ഓക്കെ, ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പ്രശ്നം വരുന്നില്ല. കാരണം നമ്മളുടെ ഇൻപുട്ട് എന്ന് പറയുന്ന സാധനം എന്താ? ഇൻപുട്ട് എന്ന് പറയുന്ന സാധനം ഔട്ട്പുട്ട് പ്ലസ് ലോസുകളാണ്, ശരിയാണല്ലോ? അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടി 24 മണിക്കൂർ. എത്രയാ? 960 പ്ലസ് ലോസുകൾ എത്രയാ? 230.4. അപ്പോൾ ഉത്തരം 4091190. അപ്പോൾ 1190.4 kilowatt ആണ് നിങ്ങളുടെ എന്ത്? ഇൻപുട്ട്. ക്ലിയർ? അപ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എഴുതുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 960/1190.4 പെർസെൻറ്റേജിലാണ് കാണേണ്ടത്. അതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, ഇഫ് യു ആർ ഡൂയിങ് യുവർ കാൽക്കുലേഷൻ നമ്മൾ ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഇത് നെഗ്ലക്ട് ചെയ്ത ഇത് നമുക്ക് ഇല്ലാന്ന് വെച്ച് 0 കട്ട് ചെയ്യാം. 9600 വരും അല്ലേ? 9600 ഡിവൈഡഡ് ബൈ 119. ഓക്കെ, അപ്പോൾ 119 വരുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് യുവർ ആൻസർ ആസ് 119 × 8 ചെയ്ത് നോക്കൂ. 8 × 9 it will be 72 15 9. you will be getting 952 അല്ലേ? 950 എന്ന് പറയുമ്പോൾ എത്ര? 80. അപ്പം ഇവിടെ 80 പിന്നെ 80 അല്ല, അപ്പോൾ 0.something വരാം അല്ലേ? അങ്ങനെ ഒത്ത ഉത്തരവേ ഉള്ളൂ. ഏതാണിത്? 80.6%. ഓക്കെ, ഇറ്റ് വിൽ ബി 80.6% ആണ് നമ്മുടെ ഉത്തരം. ഇങ്ങനെയാണ് ആ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി. ക്ലിയർ? ഔട്ട്പുട്ടും ഇൻപുട്ടും കാണുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 24 hours. അപ്പോൾ 24 hoursനുള്ള ഔട്ട്പുട്ട് ഇത് പെർ ഡേ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ പെർ ഡേ തന്നുകൊണ്ട് നമ്മൾ 24 hoursന്റെ സാധനമാണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. ക്ലിയർ? അപ്പോൾ ആ ഒരു പോയിന്റും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെക്കുക. ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലൊരു പ്രോബ്ലമാണ്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ കൺസെപ്റ്റ് പോകുന്നതെന്ന് ചിന്തിക്കാം. ഓക്കെ, സോ വി വിൽ ബി മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് പ്രോബ്ലം. എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ ലൈസ് ബിറ്റ്വീൻ. ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ഒരു ഇതാണ്. ഇത് ജസ്റ്റ് ഒരു ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി. ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ള മെഷീൻ, എഫിഷ്യൻസി ഹയർ ഉള്ള മെഷീൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ട്രാൻസ്ഫോമർ. ഓക്കെ, ട്രാൻസ്ഫോമർ ഈസ് ദ ഹയസ്റ്റ് എഫിഷ്യൻസി മെഷീൻ. മെഷീനുകളിൽ ഏറ്റവും എഫിഷ്യൻസി ഇതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ലോസുകൾ വളരെ കുറവാണ്. ലോസസ് ആർ ലെസ്. ആ ലോസുകൾ കുറവാകുന്നതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്.
സ്റ്റാറ്റിക് ഡിവൈസിന് പ്രത്യേകത എന്താ, ഇവിടെ മൂവിങ് പാർട്സ് ഒന്നും ഇല്ല അല്ലെ, മൂവിങ് പാർട്സോ റൊട്ടേറ്റിംഗ് പാർട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ഗുണമുണ്ടാവും, നമുക്ക് റൊട്ടേറ്റിംഗ് പാർട്ട് അല്ലെങ്കിൽ മൂവിങ് പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ വിയർ ആൻഡ് ടിയറുകളൊക്കെ ഉണ്ടാവുള്ളൂ, തേയ്മാനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സംഭവിക്കുള്ളൂ. അപ്പോൾ റൊട്ടേറ്റിംഗ് പാർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനത്തെ ലോസുകൾ, റൊട്ടേഷണൽ ലോസുകളോ അല്ലെ മറ്റുള്ള ലോസുകളൊക്കെ കുറവാണ്, ചെറിയതായിട്ടുള്ള അയൺ ലോസും കോപ്പർ ലോസും ഒക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, റൊട്ടേഷണൽ ലോസുകളും മറ്റുള്ള കാര്യങ്ങളും കുറവായതുകൊണ്ട് തന്നെ വി വിൽ ബി ഹാവിങ് ഇനഫ് പ്രോബിലിറ്റി ടു ഹാവ് അല്ലെങ്കിൽ ടു ഗെറ്റ് ബെറ്റർ എഫിഷ്യൻസി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൈലി എഫിഷ്യൻറ്റ് മെഷീനാണ്. നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 95 മുതൽ 98% വരെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, എഫിഷ്യൻസി 100 ഒരിക്കലും ആവില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു ഐഡിയൽ മെഷീനാകും അത് 100 ആണെങ്കിൽ. അങ്ങനെ ഐഡിയൽ മെഷീൻ നമുക്ക് പോസിബിൾ അല്ല, നമുക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എഫിഷ്യൻസി, ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇവിടെ 95 അല്ല, 90 to 98 അതാണ് ബെറ്റർ ഓപ്ഷൻ വരിക. ഓക്കെ, എന്തായാലും എബോവ് 90 ആണെന്നുള്ള കാര്യം ഓർക്കുക. 90ക്ക് താഴെയല്ല, 90ക്ക് കൂടുതലാണ്, എന്നാൽ 98ന് മേലെയും പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് 90 to 98%. ഒരിക്കലും ഇത് ചൂസ് ചെയ്യരുത്, ഇത് ഐഡിയൽ കണ്ടീഷനിലേക്ക് പോകും 100%. അതല്ല, തെറ്റാണ്. ഇത്ര വരെ പോകുള്ളൂ, 98% വരെയൊക്കെ പോകുള്ളൂ. അതുപോലെ തന്നെ 90ക്ക് താഴെയല്ല. അതുകൊണ്ട് ഈ സി ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, സോ ബെറ്റർ ഓപ്ഷൻ ഈസ് ബി ഓപ്ഷൻ ആണ് ബെറ്റർ. നെക്സ്റ്റ്, all the efficiencies mean to judge the performance of a dash transformer. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞ ഒരു പോയിന്റ് ആണിത്. ഓക്കെ, നമ്മൾ ഓൾ ദ എഫിഷ്യൻസി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏത് ടൈപ്പ് ട്രാൻസ്ഫോമറിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അത് ഏത് ടൈപ്പ് പെർഫോമൻസ്, ഏത് ട്രാൻസ്ഫോമറിന്റെ പെർഫോമൻസ് ആണ്? ഓൾ ദ എഫിഷ്യൻസി പറഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസേജ് അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരമായിട്ടുള്ളൊരു യൂസേജിന് വേണ്ടിയുള്ള ട്രാൻസ്ഫോമറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 3 സെക്ഷനാണല്ലോ ഉള്ളത്. നമ്മുടെ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നീ 3 സെക്ഷനുകളാണല്ലോ. അതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകളിലാണ് നമ്മൾ ഓൾ ഡേ എഫിഷ്യൻസി നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുന്നത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകളിലാണ്. റാദർ ദാൻ അവർ ട്രാൻസ്മിഷൻ സെക്ഷനിനെക്കാട്ടും ഡിസ്ട്രിബ്യൂഷനായിട്ടുള്ള ട്രാൻസ്ഫോമറിലാണ് നമ്മളത് ചെക്ക് ചെയ്യുന്നത് എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ദ ആൻസർ വിൽ ബി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. നെക്സ്റ്റ്, a 100 kVA transformer has full load copper loss of 1600 watt and iron loss of 900 watt. It will have a maximum efficiency for a load of. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എഫിഷ്യൻസിന്റെ പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് മാക്സിമം എഫിഷ്യൻസിയാണ് ചോദ്യം. അപ്പോൾ മാക്സിമം എഫിഷ്യൻസി ഫോർ എ ട്രാൻസ്ഫോമർ, സാധാരണ മാക്സിമം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അയൺ ലോസും കോപ്പർ ലോസും ഈക്വൽ ആയിരിക്കും അല്ലേ. പക്ഷെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു ലോഡ്, ഇന്ന ലോഡിൽ ഏതാണ് എത്രയാണ് മാക്സിമം എഫിഷ്യൻസി എന്നൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് അവർ മാക്സിമം എഫിഷ്യൻസി ആസ് നമ്മളെ ബേസ് KVA അല്ലെങ്കിൽ ബേസ് പവർ, ആ ബേസ് പവർ അല്ലെങ്കിൽ ബേസ് KVA ഇൻറ്റു റൂട്ട് ഓഫ് അയൺ ലോസ് ബൈ കോപ്പർ ലോസ്. ഇതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ അല്ലെ, ബേസ് MVA അല്ലെങ്കിൽ നമ്മുടെ KVA റേറ്റിംഗ്, അതായത് പവർ റേറ്റിംഗ്, നമുക്ക് എത്ര ലോഡിലാണ് എഫിഷ്യൻസി എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ 100 KVA ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന മാക്സിമം എഫിഷ്യൻസി അതാണ്. അപ്പോൾ 100 ഇൻറ്റു റൂട്ട് ഓഫ് അയൺ ലോസ് ബൈ കോപ്പർ ലോസ്. യുവർ ആൻസർ ബി 100 ഇൻറ്റു റൂട്ട് ഓഫ് അയൺ ലോസ് എത്രയാണ് 900 അല്ലേ, ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 0 കട്ടായി പോവും, ബാക്കി എന്ത് വരും 100 ഇൻറ്റു 3/4. ശരിയാണല്ലോ, 3/4. 3/4 എന്ന് വെച്ചാൽ 0.75 ആണ്.
0.75 100% എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 75%. ഓക്കെ, അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് മാക്സിമം ഒരു ലോഡിൽ എപ്പോഴാണ് മാക്സിമം എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോഡ് തന്നിരിക്കുന്ന ലോഡ് ഇൻറ്റു റൂട്ട് ഓഫ് അയൺ ലോസ് ബൈ കോപ്പർ ലോസ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. സോ യുവർ ആൻസർ വിൽ ബി 75%. ഓക്കെ, നമ്മൾ അവിടെ പറയുന്നതാണ്. അടുത്തത് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ഫോമർ ബ്രീത്ത്സ് ഔട്ട് എപ്പോഴാണ് ബ്രീത്ത് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിലെ ലോഡ് കൂടുമ്പോഴാണ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബ്രീത്തിന് എപ്പോഴാണ് ചെയ്യാന്ന് തിരിച്ചു ചോദിക്കാം. അപ്പോൾ ലോഡ് എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്യുന്ന സമയത്താണ് ബ്രീത്തിനും ചെയ്യുന്നത് ഓർക്കാം. ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് then load on it increases. ഓക്കെ, ലോഡ് കൂടുമ്പോൾ യുവർ ട്രാൻസ്ഫോമർ വിൽ ബ്രീത്ത് ഔട്ട്. നെക്സ്റ്റ്, ഇൻ ടാപ്പ് ചേഞ്ചിങ് ട്രാൻസ്ഫോമർ ടാപ്സ് ആർ യൂഷ്വലി പ്രൊവൈഡഡ്. ഓക്കെ, അതായത് ഒരു ടാപ്പ് ചേഞ്ചിങ് ട്രാൻസ്ഫോമറിൽ നമുക്ക് ടാപ്പിങ്സ് വെക്കണം. ഓക്കെ, അതായത് ചേഞ്ചിങ് വോൾട്ടേജും മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ടാപ്പിങ്സ് വെക്കണം. അത് എവിടെയാണ് അല്ലെങ്കിൽ എവിടെയാണ് അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ടാപ്സ് ആർ യൂഷ്വലി പ്രൊവൈഡഡ് ഇൻ HV വൈൻഡിങ്ങിലാണ് നമ്മളത് കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുള്ള കൺസെപ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ HV വൈൻഡിങ് ഈസ് യുവർ ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, ക്രൂസിഫോം ഷേപ്പ് ഈസ് യൂസ്ഡ്. ഈ ക്രൂസിഫോം ഷേപ്പിൽ നമ്മളത് അവിടെ പറഞ്ഞിരുന്നു. അതായത് ക്രൂസിഫോം ഷേപ്പ് നമ്മൾ സ്ക്വയറും റെക്ടാങ്കിളും ഒക്കെ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് അതിൻ്റെ സൈസ് കുറക്കാനും മറ്റുള്ള അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള സാധനങ്ങളാണ് നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് പഠിച്ചത്. ഓക്കെ, അപ്പം അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ക്രൂസിഫോം ഷേപ്പ് വരുന്നതുകൊണ്ട് നമ്മൾ റെക്ടാങ്കുലർ സ്ക്വയർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് ചുരുക്കാം, അല്ലെങ്കിൽ നമുക്ക് മാക്സിമം കാര്യങ്ങൾ അവിടെ അക്കോമഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, മാക്സിമം സ്പേസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ചെറിയ സ്പേസിനുള്ളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോപ്പറിൻ്റെ എനർജി കോപ്പറിൻ്റെ വൈൻഡിങ്ങിൻ്റെ എണ്ണം കുറച്ചുകൂടെ അല്ലേ. അപ്പം കോപ്പർ വൈൻഡിങ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ക്രൂസിഫോം ഷേപ്പിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ക്രൂസിഫോം ഷേപ്പാണ് ഇങ്ങനെ മെയിൻ അഡ്വാൻറ്റേജ് വരിക എന്താണ്, ടു റെഡ്യൂസ് വൈൻഡിങ് കോപ്പർ വൈൻഡിങ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മേജർ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്നുള്ളതും ഓർക്കാം. ഓക്കെ, നെക്സ്റ്റ്, ദ പവർ ട്രാൻസ്ഫോമർ ഈസ് ഇത് നമ്മുടെ ബേസിക്സ് ഓഫ് ട്രാൻസ്ഫോമർ പറയുമ്പോൾ പറഞ്ഞിരുന്നു. നമ്മൾ 3 പോയിന്റുകളാണ് നമ്മൾ അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് അല്ലേ. അതായത് ഒരു കോൺസ്റ്റന്റ് ഫ്ലക്സ് ഡിവൈസ് ആണ്, സിമിലർലി ഒരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഡിവൈസ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു 8 പോയിന്റുകൾ നമ്മൾ അതിൽ നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിലുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പവർ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ് ഫ്ലക്സ് അല്ലെ, കോൺസ്റ്റന്റ് മെയിൻ ഫ്ലക്സ് ഡിവൈസ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ആൻസർ. ഓക്കെ, മെയിൻ ഫ്ലക്സ് നമ്മൾ ബേസിക്സ് ഓഫ് ട്രാൻസ്ഫോമർ പറയുമ്പോൾ അതിന് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം വിശദമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കിപ്പോൾ നോക്കിയാൽ മതി, കോൺസ്റ്റന്റ് മെയിൻ ഫ്ലക്സ് ഡിവൈസ് ആണെന്നുള്ള പോയിന്റ് ഓർത്തേക്ക്. വോൾട്ടേജും പവറും അല്ല, കാരണം വോൾട്ടേജ് ഒക്കെ മാറുമല്ലോ. വോൾട്ടേജ് മാറുന്നതൊക്കെ നമുക്ക് വോൾട്ടേജ് കറണ്ടായാലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, മാറും അല്ലേ. അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അടുത്തത്, ബക്ക്വേർഡ്സ് റിലേ ഈസ് യൂസ്ഡ് ഇൻ. ഓക്കെ, ബക്ക്വേർഡ്സ് റിലേ എന്ന് പറയുന്ന തിങ് നമ്മൾ അവിടെ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല, കാരണം അതിൻ്റെ നമ്മളൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള ലെവലിലേക്ക് വരുന്ന കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളത് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഓവർവ്യൂ നമുക്ക് ബക്ക്വേർഡ്സ് റിലേയെ പറ്റി നോക്കാം. ബക്ക്വേർഡ്സ് റിലേ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ പവർ ട്രാൻസ്ഫോമർ, നമ്മൾ സാധാ ട്രാൻസ്ഫോമറിലാണ് നമ്മൾ ബക്ക്വേർഡ്സ് റിലേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബക്ക്വേർഡ്സ് റിലേൻ്റെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ട്രാൻസ്ഫോമർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡിവൈസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോമർ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ബക്കോൾസ് റിലേ. ഓക്കെ, ബക്കോൾസ് റിലേ തന്നെയാണ് ട്രാൻസ്ഫോമർ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്. ഓക്കെ, ബക്കോൾസ് റിലേ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിവൈസ്. അപ്പോൾ ബക്കോൾസ് റിലേയിലെ ബക്കോൾസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇത് ആക്ച്വലി ഒരു മെക്കാനിക്കൽ ഫോൾട്ട് ഡിറ്റക്ടർ ആണ്. ഓക്കെ, നമ്മൾ ഇലക്ട്രിക്കൽ ഫോൾട്ടുകൾ ഉണ്ടാവും. നമ്മുടെ ട്രാൻസ്ഫോമറുകളൊക്കെ നമുക്കറിയാം ഓയിൽ ഇമ്മേഴ്സ്ഡ് ട്രാൻസ്ഫോമറുകളാണ്, ശരിയല്ലേ? ഓയിൽ ഇമ്മേഴ്സ്ഡ് ട്രാൻസ്ഫോമർ. അപ്പോൾ ഈ ഓയിൽ ഇമ്മേഴ്സ്ഡ് ട്രാൻസ്ഫോമറിലെ മെക്കാനിക്കൽ ഫോൾട്ട് ഡിറ്റക്ടർ ആയിട്ടാണ് ഡിറ്റക്ടറാണല്ലോ റിലേ എന്ന് പറഞ്ഞാൽ ആക്ച്വലി. അപ്പോൾ മെക്കാനിക്കൽ ഫോൾട്ട് ഡിറ്റക്ടറാണ് ആക്ച്വലി ഈ ബക്കോൾസ് റിലേ. അപ്പോൾ ബക്കോൾസ് റിലേൻ്റെ പോയിന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നോക്കാനുള്ളത് നമ്മളെ ബക്കോൾസ് റിലേ. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു ചെറിയൊരു നോട്ട് പോലെ എഴുതി വെക്കാം. ബക്കോൾസ് റിലേ. ഓക്കെ, ബക്കോൾസ് റിലേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്യാസ് ആക്ച്വേറ്റഡ് റിലേ. ഓക്കെ, ഗ്യാസ് ആക്ച്വേറ്റഡ് റിലേ ആണ് നമ്മുടെ ബക്കോൾസ് റിലേ. ഓക്കെ, ആക്ച്വലി നമ്മളിങ്ങനെ പറയുന്നത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ടാങ്ക് ഉണ്ടാവും, അതിൻ്റെ മുകളിൽ സപ്പോർട്ടിങ് സ്ട്രക്ചറുകളൊക്കെ ഉണ്ടാവും. ഇവിടെ നമ്മൾ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള നമ്മുടെ റിലേ, നമ്മുടെ ബക്കോൾസ് റിലേ ഉണ്ടാവും. You will be having your conservator. Okay. അപ്പം ബക്കോൾസ് റിലേ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ആക്ച്വേറ്റഡ് റിലേ ആണ്. പിന്നെ ഇത് മെയിനായിട്ട് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ജനറലി യൂസ്ഡ് ഓൺ ഓയിൽ ഇമ്മേഴ്സ്ഡ് ട്രാൻസ്ഫോമർ. ഓയിൽ ഇമ്മേഴ്സ്ഡ് ട്രാൻസ്ഫോമറിലാണ് ഉപയോഗിക്കുന്നത്. ആ ഓയിൽ ഇമ്മേഴ്സ്ഡ് ട്രാൻസ്ഫോമറിൽ തന്നെ ഇറ്റ് വിൽ ബി ഹാവിങ് എ റേറ്റിംഗ്. ഓക്കെ, ഇറ്റ് വിൽ ബി ഹാവിങ് എ റേറ്റിംഗ് മോർ ദാൻ ഒരു 500 kVA. അത്രയും വലിയൊരു ട്രാൻസ്ഫോമറിലാണ് നമ്മളിത് കൂടുതലായിട്ട് നമുക്ക് ഉപയോഗത്തിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ആ ഓയിൽ ഇമ്മേഴ്സ്ഡ് ട്രാൻസ്ഫോമർ ആണ്. ഇതിന്റെ റേറ്റിംഗ് എത്ര നോക്കാം. പിന്നെ നിങ്ങളോട് ചോദിക്കുന്നത് നമ്മളിത് ഏതിൻ്റെ ഇടയിൽ ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ബിറ്റ്വീൻ നമ്മുടെ കൺസർവേറ്ററും മെയിൻ ടാങ്കും. ഓക്കെ, ഇൻസ്റ്റാൾഡ് ബിറ്റ്വീൻ കൺസർവേറ്റർ ആൻഡ് മെയിൻ ടാങ്ക്. ഓക്കെ, കൺസർവേറ്ററും മെയിൻ ടാങ്കിൻ്റെ ഇടയിലുള്ള സാധനമാണ് നമ്മുടെ ബക്കോൾസ് റിലേ. ഓക്കെ, അപ്പോൾ ബക്കോൾസ് റിലേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ഫോൾട്ട് ഒക്കർ ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പം ഒരു ഫോൾട്ട് ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് ഒക്കർ ചെയ്യുമ്പോൾ ഈ ടാങ്കിൻ്റെ അകത്തുള്ള ഓയിൽ വിൽ ഗെറ്റ് ഓവർ ഹീറ്റഡ്. ഓക്കെ, ഇത് ഓവർ ഹീറ്റ് ആവും. എന്നിട്ട് ആൻഡ് ദ ഗ്യാസസ് വിൽ ബി ജനറേറ്റഡ്. ഓക്കെ, അവിടെ ഗ്യാസസ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ സാധാരണ ഗ്യാസസ് ജനറേറ്റ് ചെയ്യും. ഗ്യാസസ് ചിലപ്പോൾ സ്ലോ ഗ്യാസസ് ആയിരിക്കും, വയലൻ്റ് ആയിരിക്കും. അത് ഫോൾട്ടിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് അതിങ്ങനെ മാറും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് മാറും. അപ്പം വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മുടെ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഗ്യാസ് നമ്മൾ ആ റിലേൻ്റെ ചേമ്പറിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫ്ലോട്ട് ചെയ്ത് കിടക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മുടെ അലാറം സർക്യൂട്ട് ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. അപ്പോൾ അലാറം സർക്യൂട്ട് വിൽ ബി ക്ലോസിങ് ആൻഡ് സിമിലർലി നമ്മുടെ അലാറം അടിച്ച് അല്ലെങ്കിൽ നമ്മൾ അലാറം സൗണ്ട് വെച്ചിട്ട് നമ്മൾ ആ ഫോൾട്ടിനെ ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ ഫോൾട്ട് ഉണ്ടാവുക നമ്മൾ അറിയും എന്നുള്ളതാണ് ഇതിൻ്റെ പരിപാടി. ഓക്കെ, അപ്പോൾ ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ എന്താവും,
ഓപ്പൺ ആവും. അങ്ങനെ നമ്മുടെ ഫോൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഡിവൈസ് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം, ആ ഡാമേജ് നിന്ന് ക്ലിയർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഓക്കെ, സോ അതാണ് നമ്മുടെ ഏതിൻ്റെ പ്രത്യേകത, നമ്മുടെ ബക്കോൾസ് റിലേൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇത് ചോദിക്കുന്നത് ഈ ഏതിൻ്റെയൊക്കെ ബിറ്റ്വീൻ ആണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, സാധാരണയായിട്ട് അപ്പോൾ മെയിൻ ടാങ്കിൻ്റെയും കൺസർവേറ്ററിൻ്റെയും ഇടയിലാണ് ബക്കോൾസിൻ്റെ വെക്കുന്നത്. അത് ഈ ഇത്രയും അഡ്വാൻറ്റേജുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മളതിൻ്റെ ഇടയിൽ വെക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഫോൾട്ട് ഒക്കെ ചെയ്യുമ്പോൾ അലാറം വിൽ ബി ഗിവൺ ആൻഡ് ദസ് നമ്മുടെ ഫോൾട്ട് എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഗ്യാസ് ആക്സിലേറ്റർ റിലേന്ന് ഓർക്കുക, കൺസർവേറ്റർ മെയിൻ ടാങ്കിന് പറയുന്നതെന്ന് ഓർക്കുക. ദെൻ ഓയിൽ ഇൻവേഴ്സ്ഡ് ട്രാൻസ്ഫോമർ ആണ് നമുക്കവിടെ വരുന്നത്, അല്ലെങ്കിൽ ഒരു 100 അല്ലെങ്കിൽ 500 kVAക്ക് മുകളിലുള്ള സാധനങ്ങളിൽ വരുന്നത് ഒരു ഓയിൽ ഇൻവേഴ്സ്ഡ് ട്രാൻസ്ഫോമർ ആണെന്നുള്ള പോയിന്റും കൂടി നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അതാണ് നമ്മുടെ ബക്കോൾസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. നമുക്ക് ബക്കോൾസിലെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പ്രൊട്ടക്ഷനാണ്, നമ്മുടെ പവർ ട്രാൻസ്ഫോമർ പ്രൊട്ടക്ഷനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കി പോയിന്റ്സ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. ബാക്കി പോയിന്റ്സ് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A transformer provides a path for magnetic flux of a transformer provides a path for magnetic flux of നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൈ ലോ റിലക്റ്റൻസ് അല്ലെ, ഫ്ലക്സിന് എന്താവണം, റിലക്റ്റൻസ്, ഫ്ലക്സിനുള്ള റിലക്റ്റൻസ് വളരെ കുറവായിരിക്കണം. അതായത് ഫ്ലക്സ് പാസേജ് വളരെ സ്മൂത്ത് ആയിട്ട് നടക്കണം. റിലക്റ്റൻസ് ഓപ്പോസിഷൻ ആണല്ലോ, അപ്പം ലോ റിലക്റ്റൻസ് ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ പറഞ്ഞത് ലോ റിലക്റ്റൻസ് ആണ്, അറ്റ് ദ സെയിം ടൈം നമുക്ക് ലോ ഹിസ്റ്ററിസിസ് കോഎഫിഷ്യന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ അല്ല. ലോ ഹിസ്റ്ററിസിസ് കോഎഫിഷ്യന്റ് അറ്റ് ദ സെയിം ടൈം ലോ റിലക്റ്റൻസ് ആയിരിക്കണം, ഫ്ലക്സിനുള്ള ലോ റിലക്റ്റൻസും ആയിരിക്കണം. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ഒരു ബേസിക്സ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസിന്റെ ബേസിക്സ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത്. ലോ റിലക്റ്റൻസ് ടു ഫ്ലക്സ് ആയിരിക്കണം. അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ബേസിക്സ്. നമ്മൾ പറയുമ്പം കോറിന്റെ കൺസ്ട്രക്ഷന്റെ സമയത്ത് നമ്മൾ പറയുന്ന കുറേ പോയിന്റ്സുകളുണ്ട്. സിലിക്കൺ സ്റ്റീലിനെ കൊണ്ട് ഉണ്ടാക്കണം, അപ്പം നമുക്ക് കണ്ടക്ടിവിറ്റി കൂടും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പോയിന്റും കൂടിയാണ് എന്ത്, ഫ്ലക്സ്, ലോ റിലക്റ്റൻസ് ടു ഫ്ലക്സ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പവർ ട്രാൻസ്ഫോമർ. അതിന് ഒരു ട്രാൻസ്ഫോമർ പ്രൊവൈഡ്സ് എ പാത്ത് ഡസ് നോട്ട് പൊസസ്, ഏത് ചേഞ്ച് ചെയ്യുന്നില്ല, പവർ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ പവർ ചേഞ്ചിങ് പ്രോപ്പർട്ടി അത് എക്സിബിറ്റ് ചെയ്യുന്നില്ല, ബാക്കിയുള്ള കറണ്ടും നമ്മുടെ വോൾട്ടേജ് ഇമ്പിഡൻസും ഒക്കെ വരുന്നില്ല. അപ്പോൾ പവർ ചേഞ്ചിങ് ഇത് എക്സിബിറ്റ് ചെയ്യുന്നില്ല. ബക്കോൾസ് റിലേസ് പ്ലേസ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് ചോദിക്കാറുണ്ട്. ബക്കോൾസിന്റെ ഏതിൻ്റെയൊക്കെ ഇടയിലാണ് വെക്കാറ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിറ്റ്വീൻ യുവർ ടാങ്ക് ആൻഡ് യുവർ കൺസർവേറ്റർ. ടാങ്കിന്റെയും കൺസർവേറ്ററിന്റെ ഇടയിലാണ് ആരുള്ളത്, നമ്മുടെ ബക്കോൾസ് റിലേ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് ബക്കോൾസ് റിലേ ഈസ് വാട്ട് ടൈപ്പ് ഓഫ് ഡിവൈസ്. അഗെയിൻ വി ഹാവ് ടോൾഡ് ദാറ്റ് ബക്കോൾസ് റിലേ ഈസ് നത്തിങ് ബട്ട് എ ഗ്യാസ് ആക്ടിവേറ്റഡ് ഡിവൈസ്. ഒരു ഗ്യാസ് ആക്ടിവേറ്റഡ് ഡിവൈസ് ആണ് നമ്മുടെ ബക്കോൾസ് റിലേ. നെക്സ്റ്റ് കൺസർവേറ്റർ ഈസ് യൂസ്ഡ്. ഇവിടെ നമ്മൾ കൺസർവേറ്റർ എന്നുള്ള പോയിന്റ് പഠിച്ചു അല്ലേ. അപ്പൊ കൺസർവേറ്റർ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ കൺസർവേറ്ററിന്റെ പർപ്പസ് ആണ് നമ്മൾ അറിയേണ്ടത്. ദ കൺസർവേറ്റർ ഈസ് യൂസ്ഡ് ടു ടേക്ക് അപ്പ് ദ എക്സ്പാൻഷൻ ഓഫ് ഓയിൽ. ഓയിലിന്റെ എക്സ്പാൻഷൻ, ടെമ്പറേച്ചർ റൈസ് ഉണ്ടാകുന്ന സമയത്ത് ടു ടേക്ക് അപ്പ് ദ എക്സ്പാൻഷൻ ഓഫ് ഓയിൽ, ഒരു ടെമ്പറേച്ചർ റൈസ് ആണ് നമ്മൾ കൺസർവേറ്റർ ഉപയോഗിക്കുന്നത്. സോ കൺസർവേറ്റർ ഈസ് യൂസ്ഡ് ടു ടേക്ക് അപ്പ് ദ എക്സ്പാൻഷൻ ഓഫ് ഓയിൽ ഡ്യൂ ടു ടെമ്പറേച്ചർ റൈസ്. ആ ഒരു കാര്യമാണ് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് നോ ലോഡ് കറണ്ട്. ഓക്കെ, അപ്പോൾ നോ ലോഡ് കറണ്ട്, ട്രാൻസ്ഫോമറിലുള്ള കറണ്ട്. നോ ലോഡ് എന്ന് പറയുന്നത് ലോഡില്ലാത്ത അവസ്ഥയാണ്. ലോഡില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ട് എൻ്റെ സൈഡ് എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. കാരണം ലോഡ് നമ്മൾ വെക്കുന്നില്ലല്ലോ. അപ്പോൾ ലോഡ് വെക്കാത്ത സമയത്ത് നമ്മുടെ
ട്രാൻസ്ഫോമറിലെ ഫ്ലോ ചെയ്യുന്ന ചെറിയ കറണ്ട് ഉണ്ട്, അതിനെ നമ്മൾ നോ ലോഡ് കറണ്ട് എന്ന് പറയാം. അപ്പോൾ നോ ലോഡ് കറണ്ടിന്റെ പ്രത്യേകത വെച്ചാൽ അത് വളരെ ചെറിയ കറണ്ടാണ്. അതായത് ചെറിയ കറണ്ട് ഇൻ ദ സെൻസ് ഇറ്റ് വിൽ ബി ഹാവിംഗ് ഓൺലി സ്മോൾ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സ്മോൾ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, അറ്റ് ദ സെയിം ടൈം പവർ ഫാക്ടറും എന്തായിരിക്കും, കുറവായിരിക്കും. സോ നോ ലോഡ് കറണ്ട് വിൽ ബി ഹാവിംഗ് എ സ്മോൾ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓൾസോ എ ലോ പവർ ഫാക്ടർ. ഓക്കെ, അതാണ് നമ്മുടെ നോ ലോഡ് കറണ്ടിന്റെ ഒരു പ്രത്യേകത. സ്മോൾ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, അതുപോലെ തന്നെ പവർ ഫാക്ടറും എന്തായിരിക്കും, കുറവായിരിക്കും എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഇൻ ദ ട്രാൻസ്ഫോമർ ഫോളോയിങ് വൈൻഡ് ഹാസ് മോർ ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുതൽ ഏതിനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചോദിക്കും അല്ലെ. അപ്പം ക്രോസ് സെക്ഷണൽ ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ പ്രൈമറി സെക്കൻഡറി അല്ല പറയേണ്ടത്. ആക്ച്വലി നമ്മളതിന് ലോ വോൾട്ടേജും ഹൈ വോൾട്ടേജും എന്നുള്ള തരത്തിലാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം മോർ ക്രോസ് സെക്ഷണൽ ഏരിയ ഏതിനാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു അനാലിസിസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മൾ 2-3 കാര്യങ്ങളും കൂടി അതിൻ്റെ കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മോർ ക്രോസ് സെക്ഷണൽ ഏരിയ അപ്പോൾ നമുക്ക് 2 ടൈപ്പ് വൈൻഡിങ്ങുകളാണ് മെയിനായിട്ടുള്ളത്. ഓക്കെ, ഒന്ന് ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങും അതുപോലെ തന്നെ ലോ വോൾട്ടേജ് വൈൻഡിങ്ങും. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഈ ക്രോസ് സെക്ഷണൽ ഏരിയ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഏത് ഫാക്ടറുമായിട്ട് ബേസ് ചെയ്താണ് ക്രോസ് സെക്ഷണൽ ഏരിയ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വൈൻഡിങ്ങിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ, കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ വൈൻഡിങ് ഡിറ്റർമൈൻസ് ദിസ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, അപ്പോൾ കൂടുതൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ത് ചെയ്യും, കൂടും. ഓക്കെ, കൂടുതൽ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടും. അപ്പോൾ ഈ കൂടുതൽ കറണ്ട് എന്നുള്ളതിന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് നമ്മുടെ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങുകൾക്ക് നമ്മുടെ ക്രോസ് സെക്ഷണൽ ഏരിയ വിൽ ബി ലെസ്സർ. ഓക്കെ, whereas your low voltage winding your cross sectional area will be more. Okay, cross sectional area more ആയിരിക്കും. അപ്പം അത് എന്താണ് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങുകൾക്ക് എപ്പോഴും ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ ഹൈ വോൾട്ടേജ് വൈൻഡിങ് വിൽ ബി ഓൾവേസ് ഹാവിങ് ലാർജ് നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ടേൺസ് പ്രത്യേകിച്ച് നമ്മുടെ വോൾട്ടേജ് പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ് ആണ്. അപ്പോൾ ടേൺസ് കൂടുന്തോറും വോൾട്ടേജ് കൂടും, അതുകൊണ്ടാണ് ഹൈ വോൾട്ടേജ് വരുന്നത്. ഓക്കെ, ടേൺസ് കൂടുന്തോറും നമ്മുടെ വോൾട്ടേജ് എന്ത് ചെയ്യും, കൂടും. അതുകൊണ്ടാണ് ഹൈ വോൾട്ടേജിൽ കൂടുതൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവും. പക്ഷേ ഈ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാവുന്ന സമയത്ത് വിൽ ബി ഹാവിങ് ഓൺലി എ തിൻ വയർ. ഓക്കെ, നമ്മുടെ വയർ എന്തായിരിക്കും, തിന്നായിരിക്കും. തിന്നാണെന്ന് വെച്ചാൽ തിക്നെസ് കുറവായിരിക്കും, അതായത് ഏരിയ എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അങ്ങനെ ഏരിയ കുറയുന്നു അല്ലെങ്കിൽ ഏരിയ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് റെസിസ്റ്റൻസ് ലെവലിൽ നമുക്കൊന്ന് വെറുതെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. We have already told that high voltage winding എന്ന് പറഞ്ഞാൽ ലെസ്സർ കറണ്ട് എടുക്കുന്ന വൈൻഡിങ് ആണ്. ഓക്കെ, കറണ്ട് കുറവായിരിക്കും. അപ്പോൾ കറണ്ട് കുറവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റെസിസ്റ്റൻസ് കൂടുതൽ എന്നുള്ളതല്ലേ. we have already know resistance will be proportional to അല്ലെങ്കിൽ rho L by A. അപ്പം നമ്പർ ഓഫ് ടേൺസ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും, വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യും. അപ്പം കൂടുതൽ ടേൺസ് ഉള്ളതിന് കൂടുതൽ വോൾട്ടേജ് ഉണ്ടാവും, അത് നമ്മൾ ഓൾറെഡി അറിയാം. അങ്ങനെ നമ്പർ ഓഫ് ടേൺസ് കൂടുന്ന സമയത്ത് വി ഹാവ് ടു യൂസ് തിൻ വയർ, അതായത് ഏരിയ കുറവുള്ള വയർ യൂസ് ചെയ്യാം. അങ്ങനെ ഏരിയ കുറവുള്ള വയർ യൂസ് ചെയ്ത് കഴിഞ്ഞു എങ്കിൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കൂടും. റെസിസ്റ്റൻസ് കൂടിയാൽ എന്ത് കുറയും,
കറണ്ട് കുറയും. അങ്ങനെ കറണ്ട് കുറഞ്ഞാൽ എന്തും കുറയും, ക്രോസ് സെക്ഷണൽ ഏരിയയും കുറയും. ക്ലിയർ? ഇതാണ് എൻ്റെ ക്ലിയർ കട്ട് കൺസെപ്റ്റ് ഓഫ് യുവർ ഹൈ വോൾട്ടേജ് വൈൻഡിങ് ആൻഡ് യുവർ ലോ വോൾട്ടേജ് വൈൻഡിങ്. ഓക്കെ, ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഹൈ വോൾട്ടേജ് തന്നെ ആദ്യമായിട്ട് പറയാം. സോ ഇറ്റ് വിൽ ബി ബെറ്റർ. ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങുകളിൽ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിൻ്റെ ഫസ്റ്റ്ലി നമ്മൾ അറിയേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് പ്രപ്പോർഷണൽ ടു യുവർ കറണ്ട്. കറണ്ടും ക്രോസ് സെക്ഷണൽ ഏരിയയും പ്രപ്പോർഷണൽ ആണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും എന്താണ്, പ്രപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ കോർ കൺസെപ്റ്റ്. അപ്പം ഇതിൻ്റെ അകത്താണ് ബാക്കി ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങുകളിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നമ്മൾ ഹൈ വോൾട്ടേജ് ആണല്ലോ, അപ്പോൾ വോൾട്ടേജ് കൂടും. അപ്പം വോൾട്ടേജ് കൂടുന്ന സമയത്ത് എന്ത് കൂടും, നമ്പർ ഓഫ് ടേൺസ് എന്ത് ചെയ്യും, കൂടും. ഈ നമ്പർ ഓഫ് ടേൺസ് കൂടുന്ന ഘട്ടങ്ങളിൽ വി വിൽ ബി യൂസിങ് എ തിൻ വയർ ആണ് യൂസ്. തിൻ വയർ എന്ന് പറഞ്ഞാൽ ഏരിയ എന്തായിരിക്കും, കുറവായിരിക്കും. ക്ലിയർ? അങ്ങനെ ഏരിയ കുറയുന്നതാണെങ്കിൽ R പ്രപ്പോർഷണൽ ടു L/A ആണ്. അപ്പോൾ ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, കറണ്ട് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നമ്മൾ പ്രപ്പോർഷണാലിറ്റി എഴുതി, കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ത് ചെയ്യും, കുറയും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പം ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങുകളിൽ വി ആർ യൂസിങ് ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് ടേൺസ് കൂടും, വയറിന്റെ തിക്നെസ് കുറയും, റെസിസ്റ്റൻസ് കൂടും, കറണ്ട് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിൽ യു വിൽ ബി ഹാവിങ് ലെസ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിൽ ലെസ് ക്രോസ് സെക്ഷണൽ. ഇത് നേരെ തിരിഞ്ഞിട്ടാണ് ഏതിന് വരിക, ലോ വോൾട്ടേജ് വൈൻഡിങ്ങിന് വരിക. ലോ വോൾട്ടേജ് വൈൻഡിങ്ങിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഫസ്റ്റ്ലി ലോ വോൾട്ടേജ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും, കുറവായിരിക്കും. നമ്പർ ഓഫ് ടേൺസ് ആകുമ്പോൾ വോൾട്ടേജ് കുറയും. അങ്ങനെ ആകുമ്പോൾ യുവർ വയർ വിൽ ബി തിക്കർ വയർ ആയിരിക്കും. തിക്കർ വയർ ആകുമ്പോൾ ഏരിയ കൂടും അല്ലെ. ഏരിയ കൂടിയ റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കൂടിയ കറണ്ട് കൂടും. കറണ്ട് കൂടിയാൽ ഏരിയ കൂടും. നമ്മൾ ഓൾറെഡി പറഞ്ഞു. കറണ്ട് കൂടിയാൽ നമുക്ക് എന്ത് ചെയ്യും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ കൂടും. നമ്മൾ ചോദിച്ചിരിക്കുന്നത് മോർ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അങ്ങനെ മോർ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഏത് വൈൻഡിങ്ങിലായിരിക്കും ഉണ്ടാവുക, ഇറ്റ് വിൽ ബി ഹാവിങ് ഫോർ യുവർ ലോ വോൾട്ടേജ് വൈൻഡിങ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, സോ വൈൻഡിങ് വിത്ത് മോർ ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് യുവർ ലോ വോൾട്ടേജ് വൈൻഡിങ്. അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ടു ചേഞ്ച് ദ ലെവൽ ഓഫ്. ഏതിൻ്റെ ലെവൽ ചേഞ്ച് ചെയ്യാനാണ് നമ്മുടെ ബേസിക് ഫംഗ്ഷൻ ട്രാൻസ്ഫോമറിന്റെ. വി ഓൾ നോ ദാറ്റ് വി ആർ ഹാവിങ് ടു ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ. നമ്മുടെ സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഡൗൺ മുതലായ ട്രാൻസ്ഫോമറുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ എന്താണ് ചെയ്യുന്നത്, എന്താണ് വോൾട്ടേജിന്റെ ലെവലുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നുള്ളതാണ് അതിന്റെ പർപ്പസ് അല്ലേ. വോൾട്ടേജ് ലെവൽ ഔട്ട്പുട്ട് സൈഡിൽ കൂടി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് അപ്പ് എന്നും വോൾട്ടേജ് ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ എന്നൊക്കെ വിളിക്കാറുണ്ടല്ലേ. അപ്പോൾ ആ ട്രാൻസ്ഫോമറിൽ അതാണ് അതിന്റെ കൺസെപ്റ്റ്. വോൾട്ടേജ് ലെവലാണ് ബേസിക് കാര്യമായിട്ട് വരുന്നത്. അടുത്തത്, EMF ഇൻഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു അല്ലേ. അപ്പോൾ EMF ഇൻഡ്യൂസ്ഡിന്റെ ഫോർമുല നമ്മൾ ഓർക്കുന്നില്ലേ, 4.445 F × N അല്ലേ. അപ്പോൾ അതൊക്കെയാ ഫൈ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ്, എഫ് ഫ്രീക്വൻസി, നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡി ഓൾ ദ അബോവ് ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ EMF ഇൻഡ്യൂസ്ഡ് എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ്, ദ ഫ്ലക്സ് ഇൻവോൾവ് ഇൻ EMF ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോമർ ഹാസ്. ഈ ഫ്ലക്സ് ഇൻവോൾവ് EMF ഇക്വേഷനിലെ ഫ്ലക്സ് ഇൻവോൾവിൽ നമ്മൾക്ക് വരുന്ന ഫ്ലക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ് അല്ലെ. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, അതായത് ERMS ഈക്വൽ ടു 4.44 F × BM × N എന്നൊക്കെ പറയാറുണ്ട്. BM എന്ന് പറയുന്നത് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഓക്കെ, അപ്പം ആ ട്രാൻസ്ഫോമർ ഇക്വേഷനിൽ ആ BM മാക്സിമം എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. നമ്മൾ RMS ഇക്വേഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെങ്കിലും നമ്മുടെ ഫ്ലക്സിന്റെ വാല്യൂ അവിടെ എന്താണ്, മാക്സിമം ആണ് എന്നുള്ള പോയിന്റ്
നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. നമ്മൾ നേരത്തെ പറഞ്ഞു വോൾട്ടേജ് ലെവലാണ് ഇതിന്റെ അടിസ്ഥാനപരമായ ചേഞ്ച് ചെയ്യുന്ന ക്വാണ്ടിറ്റി. അപ്പം സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നത് ഇപ്പം പ്രൈമറിയും സെക്കൻഡറിയും ഉണ്ടെങ്കിൽ, ഇത് പ്രൈമറി സെക്കൻഡറി ആണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് ലെവൽ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി വോൾട്ടേജ് ലെവൽ കൂടുക, സ്റ്റെപ്പ് അപ്പ് ചെയ്യുക, വോൾട്ടേജ് ലെവൽ കൂടി അല്ലേ. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ത് കൂട്ടും? വോൾട്ടേജ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ എന്ത് ചെയ്യും? ആ വോൾട്ടേജ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വിച്ച് ടൈപ്പ് ഓഫ് ലോസ് ഇസ് നോട്ട് കോമൺ ടു ട്രാൻസ്ഫോമർ ആൻഡ് റൊട്ടേറ്റിംഗ് മെഷീൻ. ഓക്കെ, ട്രാൻസ്ഫോമർ ആയാലും ട്രാൻസ്ഫോമർ ആൻഡ് റൊട്ടേറ്റിംഗ് മെഷീനിൽ, റൊട്ടേറ്റിംഗ് മെഷീൻ ആണെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോമറിൽ നമ്മൾ കോമൺ ആയിട്ട് ഇല്ലാത്തത് എന്നുള്ള കൺസെപ്റ്റാണ് ചോദ്യം. അത് ഓക്കെ, ട്രാൻസ്ഫോമറിൽ ഏതാണ് കോമൺ ആയിട്ട് നോട്ട് കോമൺ എന്ന് ചോദിച്ചാൽ ഇത്രയുള്ളൂ. നമുക്കറിയാം ഈ എഡ്ഡി കറന്റ് ലോസും കോപ്പർ ലോസ് ഹിസ്റ്ററിസ് ലോസ് ഒക്കെ ഉണ്ട്. കാരണം ഈ എഡ്ഡി കറന്റ് ലോസിന്റെയും ഹിസ്റ്ററിസ് ലോസിന്റെയും സമ്മാണ് നമ്മുടെ ഏത് ലോസ്? അയൺ ലോസ് അല്ലെങ്കിൽ കോർ ലോസ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിച്ചിരുന്നത് കോൺസ്റ്റന്റ് ലോസ്. ശരി, കോപ്പർ ലോസിന്റെ പേരാണ് നമ്മുടെ എന്ത്? വേരിയബിൾ ലോസ്. അപ്പൊ രണ്ട് ലോസുകളും കൂടിയാണ് ടോട്ടൽ ലോസുകൾ വരും അല്ലെ. അപ്പൊ ഇതിലൊന്നും പെടാത്ത ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ലോസ് തന്നെയാണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് യുവർ വിൻറ്റേജ് ലോസുകൾ. ഓക്കെ, ഫ്രിക്ഷൻ വിൻറ്റേജ് ലോസുകൾ ഒന്നും ഏതിൽ വരുന്നില്ല, നമ്മുടെ ഈ ടൈപ്പ് ട്രാൻസ്ഫോമർ ആ ഒരു ലെവലിലുള്ള മെഷീനുകളിലൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറിൽ വരുന്ന അല്ലെങ്കിൽ കോമൺ അല്ലാത്ത ലോസുകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് യുവർ വിൻറ്റേജ് ലോസസ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ദ വോൾട്ടേജ് റേഷ്യോ. ഓക്കെ, വോൾട്ടേജ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടേൺ റേഷ്യോ തന്നെയാണ്. ഓക്കെ, വോൾട്ടേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് you will be getting as voltage ratio equal to എന്ത് റേഷ്യോ ആണ് ചെയ്യുന്നത്? അപ്പോൾ വോൾട്ടേജ് റേഷ്യോ will be equal to your ടേൺസ് റേഷ്യോ. ഓക്കെ, വോൾട്ടേജ് റേഷ്യോ will be equal to ടേൺസ് റേഷ്യോ, TP അല്ലേ. TP/TS ആയിരിക്കും അതിന്റെ ഉത്തരം. ട്രാൻസ്ഫോമേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ മെഷീനുകളൊക്കെ എപ്പോഴും ഏത് റേറ്റിംഗിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ KVA റേറ്റിംഗ് ആണ്. നമുക്ക് പവർ ഫാക്ടറിന്റെ റോള് വരുന്നില്ല ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗിന്റെ സമയത്ത്. കാരണം നമ്മുടെ അയൺ ലോസുകൾ നമ്മുടെ വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ കോപ്പർ ലോസുകൾ നമ്മൾ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് കറണ്ടിനെയും വോൾട്ടേജിനും മാത്രം ഡിപ്പെൻഡൻസി ഉള്ളൂ. ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? നമ്മൾ പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ KVA-ലാണ് നമ്മുടെ ട്രാൻസ്ഫോമറുകളൊക്കെ റേറ്റിംഗ് നടത്താറ്. നെക്സ്റ്റ്, ഇഫ് ഫുൾ ലോഡ് കോപ്പർ ലോസ് തന്നിട്ടുണ്ട്, കോപ്പർ ലോസ് ആയിട്ട് ഹാഫ് ഫുൾ ലോഡാണ് കാണുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ ആദ്യം ഡിസ്കസ് ചെയ്തിരുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് ഇഫ് നമ്മുടെ കോപ്പർ ലോസിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 1600 ഓക്കെ, നമ്മളിത് ലോഡ് ഫുൾ ലോഡാണ്. അപ്പോൾ ഹാഫ് ലോഡ് എടുക്കുമ്പോൾ കോപ്പർ ലോസ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു x² ആണെന്ന് അറിയാലോ. ഇവിടെ ഈ എക്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ലോഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏത് ലോഡാ? ഹാഫ് ലോഡാണ്. ഇപ്പം എക്സിന് പകരം 1/2 കൊടുക്കുക. അപ്പോൾ 1/2 ഹോൾ സ്ക്വയർ. ഇത്രയും മാറ്റം വരൂലേ ഈ 1600 അല്ലേ? അപ്പോൾ ഉത്തരം എന്ത് വരും? 1/4 × 1600. യുവർ ആൻസർ വിൽ ബി 400 വാട്ട്സ്. ക്ലിയർ അല്ലേ? എത്ര മാറ്റം വരുന്ന ചോദിച്ചത് അല്ലെ. നമ്മൾ ഹാഫ് ലോഡ് എന്ന് പറഞ്ഞാൽ എത്ര മാറ്റം വരുന്നത്. അപ്പോൾ ഹാഫ് ലോഡ് കൊടുക്കുമ്പോൾ 1/4 ചേഞ്ച് ഒക്കെ അറിയാം. 1/4 ഓഫ് യുവർ സാധാരണ ഫുൾ ലോഡ് ലോസ്. യുവർ ആൻസർ ബി 400 വാട്ടാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. നെക്സ്റ്റ്, എഫിഷ്യൻസി. എഫിഷ്യൻസി മാക്സിമം ആവുന്ന എപ്പോഴാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എഫിഷ്യൻസി മാക്സിമം ആവണമെങ്കിൽ കണ്ടീഷൻ ഉണ്ട്. എന്താണത്? നമ്മുടെ കോപ്പർ ലോസും നമ്മുടെ അയൺ ലോസും എന്താവണം? ഈക്വൽ ആവണം എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. നെക്സ്റ്റ്, ആസ് കമ്പയർഡ് ടു ഓർഡിനറി എഫിഷ്യൻസി, ഓൾഡ് എഫിഷ്യൻസി. ഓക്കെ, ഈ ഓൾഡ് എഫിഷ്യൻസി ആക്ച്വലി നമ്മുടെ സാധാരണ എഫിഷ്യൻസിനെക്കാട്ടി കുറവാണ്. കാരണം അവിടെ കുറെ ലോസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളെ സാധാരണ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ നമ്മളെ സാധാരണ എഫിഷ്യൻസി പറഞ്ഞില്ലേ 95-98, അത്രയൊന്നും ഏത് എഫിഷ്യൻസി വരാറില്ല. സാധാരണ ഈ ഓൾഡ് എഫിഷ്യൻസി വരാറില്ല. ഓക്കെ, ഓൾഡ് എഫിഷ്യൻസി എപ്പോഴും
കുറവാണ്. ഒരു ദിവസത്തിലെ കണക്കെടുക്കുമ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ലോസുകളും മറ്റുള്ള പ്രശ്നങ്ങളും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾഡ് എഫിഷ്യൻസി എന്താണ്, സാധാ എഫിഷ്യൻസിയേക്കാൾ കുറവാണ്. ഓക്കെ, വാട്ട്സ് ദ പർപ്പസ് ഓഫ് യൂസിങ് ഓയിൽ? ട്രാൻസ്ഫോമർ ഓയിൽ എന്നതിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂളിങ്ങിന് ഉപയോഗിക്കും. അത് സെയിം ടൈം ഇൻസുലേഷനായിട്ടും ട്രാൻസ്ഫോമർ ഓയിൽ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ആ പർപ്പസ് ഓർത്ത് വെക്കും. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻസുലേറ്റിംഗ് ആൻഡ് കൂളിംഗ് ട്രാൻസ്ഫോമർ ലിക്വിഡ്. ഓക്കെ, മോസ്റ്റ് കോമൺലി അല്ലെങ്കിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ലിക്വിഡ് ജസ്റ്റ് നമ്മൾ തിയററ്റിക്കൽ പോർഷനാണ്. ആക്ച്വലി ഒരു കൺസെപ്റ്റ്സ് ഒന്നുമില്ല. ഇൻസുലേറ്റ് ചെയ്യാനും കൂൾ ചെയ്യാനും ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിൽ ഏറ്റവും വൈഡായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ലിക്വിഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അസ്കാരൽ. ഓക്കെ, അസ്കാരലാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ലിക്വിഡ്. നെക്സ്റ്റ്, ദ ടൈപ്പ് ഓഫ് വൈൻഡിങ് യൂസ്ഡ് ഇൻ സിംഗിൾ ഫേസ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ. ഓക്കെ, ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്ന വൈൻഡിങ്ങിന്റെ പേരാണ് സാൻഡ്വിച്ച് ടൈപ്പ്. നമ്മളിതിനെ സാൻഡ്വിച്ച് ടൈപ്പ് എന്നോ അല്ലെങ്കിൽ ഷെൽ ടൈപ്പ് എന്നാണ് വിളിക്കാറ്. ഓക്കെ, നമ്മളത് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ പഠിക്കുമ്പോൾ അത് ഡിഫറൻസുകൾ വ്യക്തമായി പറയുന്നുണ്ട്. സാൻഡ്വിച്ച് പോലെയാണ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെ LVHV ഇങ്ങനെ പെട്ടി പോലെ. ഓക്കെ, LVHV ഉള്ള ലെവലിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ സാൻഡ്വിച്ച് ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുന്നത്. ഡയലക്ട്രിക് സ്ട്രെങ്ത്. ഓക്കെ, ട്രാൻസ്ഫോമറിന്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് എത്രയാണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി 30 kV. കേട്ടോ, ജസ്റ്റ് ഇതൊക്കെ തിയററ്റിക്കൽ പോലെ അങ്ങനെ പഠിച്ചു പോകേണ്ടതാണ്. നമുക്ക് അറിയില്ലെങ്കിൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. അടുത്ത് ട്രാൻസ്ഫോമറിൽ ട്രാൻസ്ഫോമർ കൺസർവേറ്റർ. നേരത്തെ പറഞ്ഞു ഒരു കൺസർവേറ്റർ ഉണ്ട്. അപ്പോൾ കൺസർവേറ്ററിന്റെ അവിടെ എന്താണ് വെച്ചാൽ എയർ ടൈറ്റ് മെറ്റൽ ഡ്രം ഫിക്സ്ഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ടാങ്ക്. ടാങ്കിന്റെ ടോപ്പ് എൻഡിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു മെറ്റൽ ഡ്രം കൂടി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചു ട്രാൻസ്ഫോമറിൽ നമ്മളെ ബക്കോൾസിൽ ഈ നമ്മുടെ ടാങ്കിന്റെയും കൺസർവേറ്ററിന്റെ ഇടയിലാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ട്രാൻസ്ഫോമർ എന്താണെന്ന് ചോദിച്ചാൽ എയർ ടൈറ്റ് മെറ്റൽ ഡ്രം ഫിക്സ്ഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ടാങ്ക്. ടാങ്കിന്റെ ടോപ്പിൽ നമ്മൾ കണ്ടു, ടാങ്കിന്റെ ടോപ്പിലാണ്. ഹൗ മെനി മാഗ്നറ്റിക് പാർട്സ്? ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ എത്ര മാഗ്നറ്റിക് പാത്ത് ഉണ്ട്? 2 വി ഹാവ് ഓൾറെഡി ടോൾഡ് ദാറ്റ്. ഓക്കെ, നമ്മളെല്ലാം കോർ ടൈപ്പ് ഷെൽ ടൈപ്പ് ഡിഫറൻസുകളൊക്കെ പഠിച്ചതാണ്. അതിന്റെ കൂടെ ഓർത്ത് വെക്കേണ്ട പോയിന്റ്. ഇനി ബ്രീത്തർ, നമ്മുടെ ട്രാൻസ്ഫോമറിലുള്ളൊരു എക്യുപ്മെന്റ് ആണ് ബ്രീത്തർ. ഓക്കെ, ബ്രീത്തർ എന്ന് പറയുന്നത് ഏത് മെറ്റീരിയലിനെ കണ്ടാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം ക്ലോറൈഡ് ആണെന്ന് ഓർക്കുക. ഓക്കെ, ബ്രീത്തറിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്ന് ചോദിക്കും. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ, വേറെ ഇൻഡയറക്റ്റ്ലി ചോദിക്കാനൊന്നും ഇല്ല അതിൽ. അപ്പോൾ ബ്രീത്തറിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ യുവർ ആൻസർ വിൽ ബി കാൽഷ്യം ക്ലോറൈഡ്. നെക്സ്റ്റ്, ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ. ട്രാൻസ്ഫോമർ ഏതിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ? AC-യിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ബാക്കി ഉള്ള സാധനങ്ങൾ DC-യിലൊന്നും പറ്റൂല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ AC ഓൺലി. ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ്. എന്താണ് ഡിവൈസ് വിച്ച് കൺവേർട്സ് ലോ വോൾട്ടേജ് ഹൈ കറണ്ട് ഇൻടു ഹൈ വോൾട്ടേജ് ലോ കറണ്ട് ആൻഡ് വൈസ് വേഴ്സ, തിരിച്ചു അല്ലേ. അപ്പോൾ ലോ വോൾട്ടേജ് ആണെങ്കിൽ ഹൈ കറണ്ട് ആയിരിക്കും, അതുപോലെ അങ്ങോട്ടേക്ക് കൊടുക്കും. ആ ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ആക്കും, ഹൈ കറണ്ടിനെ ലോ കറണ്ടിലേക്ക്. നേരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വരുന്ന ഫിനോമിനലാണ് ഒക്കെ. അപ്പോൾ ദിസ് ഈസ് യുവർ ആൻസർ. ഓക്കെ, ലോ വോൾട്ടേജ് ഹൈ കറണ്ട് ടു ഹൈ വോൾട്ടേജ് ലോ കറണ്ട് രണ്ടും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. നമ്മൾ ഓർക്കുന്നില്ലേ, നമ്മുടെ E2/E1 ഈക്വൽ ടു N2/N1 ഈക്വൽ ടു I1/I2 ആയിരുന്നല്ലോ. അതല്ല, വോൾട്ടേജും കറണ്ടും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അപ്പോൾ ലോ വോൾട്ടേജുള്ള സമയത്ത് ഹൈ കറണ്ട് വരും, ഹൈ കറണ്ടുള്ള സമയത്ത് ലോ വോൾട്ടേജ് വരും. അതിന് നേരെ തിരിച്ചും ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് EMF പെർ ടേൺ. EMF പെർ ടേണിൻ്റെ നമ്മൾ ഓൾറെഡി നമുക്കതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. വേറെ സംശയങ്ങളൊന്നുമില്ല അതിൽ. കാരണം വി ഓൾറെഡി നോ ദാറ്റ് എന്താണ് EMF ഇക്വേഷൻ എന്താ, ഇറ്റ് വിൽ ബി 4.44 5 into FM അല്ലേ. 5 into FM ആണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇക്വേഷൻ വിൽ ബി C 4.44 F into 5M into N. N ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ എന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, അത് പ്രൈമറി. അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് EMF പെർ ടേൺ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് N ഇവിടെ ആഡ് ചെയ്യാൻ പാടില്ല. സാധാരണ EMF ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് E1 ഒരു പ്രൈമറിയിലെ വൈൻഡിങ് 4.44 F into 5M into N1 എന്ന് ആഡ് ചെയ്യാം. അതുപോലെ E2 ഈക്വൽ ടു 4.44 F into 5M into N2 എന്ന് ആഡ് ചെയ്യാം. പക്ഷെ EMF പെർ ടേൺ എന്ന് വെച്ചാൽ, അതായത്
EMF ഡിവൈഡഡ് ബൈ ടേൺ. അപ്പോൾ EMF ഡിവൈഡഡ് ബൈ ടേൺ എന്ന് പറയുമ്പോൾ E1 ബൈ N1 അല്ലെങ്കിൽ E2 ബൈ N2 ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 4.44 F × 5M എന്നുള്ളതായിരിക്കും. ഷുവർ ആൻസർ ബി സി അല്ലേ. EMF പെർ ടേൺ ചോദിച്ചുകൊണ്ടാണ് ഇത്. അതുപോലെ തന്നെ ഒരു പോയിന്റ് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, EMF പെർ ടേൺ ഈസ് സെയിം. എവിടെയൊക്കെ ഈസ് സെയിം? EMF പെർ ടേൺ ഈസ് സെയിം ഇൻ പ്രൈമറി ആയാലും സെക്കൻഡറി ആയാലും EMF പെർ ടേൺ എന്താണ്? സെയിം ആണെന്നുള്ള പോയിന്റ് നോട്ട് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കോർ ലോസ് ഈസ് ഓൾസോ നോൺ ആസ്. ഇത് ഓൾറെഡി നമ്മൾ അതിൻ്റെ ഫസ്റ്റ്ലി തന്നെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞതാണ്. കോർ ലോസ് തന്നെയാണ് നിങ്ങളുടെ ഏത് ലോസ്? ഇറ്റ് ഈസ് കോൾഡ് ആസ് യുവർ കോൺസ്റ്റന്റ് ലോസസ് അല്ലേ. ഫിക്സഡ് ലോസുകളിലെ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ലോസ്, ഫിക്സഡ് ലോസിനും കോൺസ്റ്റന്റ് ലോസിനൊക്കെ വിളിക്കുന്നതാണ് നമ്മൾ ഏത്? കോൺസ്റ്റന്റ് കോർ ലോസുകൾ. വേരിയബിൾ ലോസ് ആണ് നമ്മുടെ ഏത് ലോസ്? കോപ്പർ ലോസ് എന്നുള്ള പോയിന്റ് കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ we were discussing about your ട്രാൻസ്ഫോമറിൻ്റെ പ്രോബ്ലംസും മറ്റുള്ള കാര്യങ്ങളുമാണ് നമ്മൾ അനലൈസ് ചെയ്തത്. അപ്പോൾ ഇനിയും കുറേ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പ്രോബ്ലംസ് ആണ്. ഇനിയും കുറേ പ്രോബ്ലംസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സപ്ലൈ ചെയ്യുന്ന മുറക്ക് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ അടുത്തൊരു എക്സാം സൊല്യൂഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.